റൂം ഒന്ന് പുറത്തിറങ്ങിയപ്പോഴും നല്ല മഴ പെയ്തിട്ട് മൊത്തം വെള്ളമായിട്ടാണ് റോഡ്. ഇവിടുന്ന് പുറത്ത് കിടന്ന് നമ്മൾ ഇതൊരു കോട്ട നഗരമാണ്. അതായത് 1560 പോർച്ചുഗീസുകാരുണ്ടാക്കിയതാണ് ഈ കോട്ട. കോട്ട പിന്നീട് അത് ഡച്ചുകാർ പിന്നെ കൈയടക്കിയതാണ്. 4 പുറം കോട്ടയാണ്, കോട്ട വാതിലാണ്. ഇതിൻ്റെ ഉള്ളിലുണ്ടാക്കിയ ഒരു നഗരമാണ്. അത് യുനെസ്കോ പൈതൃക സ്ഥലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ഡച്ച് ചായവുണ്ടാവും. കാരണം കോട്ടയ്ക്ക് ഉള്ളിൽ നഗരമായതുകൊണ്ട് ഏകദേശമൊക്കെ പണ്ടത്തെ തൊട്ടിട്ട് ഉള്ള അതേ ഇതിൽ നിലനിർത്തിയിട്ടുണ്ട് കുറേ ഭാഗങ്ങളൊക്കെ. പിന്നെ കാലത്തിനനുസരിച്ചുള്ള പുതുക്കി പണികളിൽ കുറേ ഭാഗങ്ങളൊക്കെ പുതിയ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള നിർമ്മിതികളും ഉണ്ട്. കോട്ടയുടെ ഒരു ഭാഗമാണ് ആ മുമ്പിൽ കാണുന്നത്. കോട്ടയുടെ ഒരു ഭാഗത്തേക്ക് മുകളിലേക്ക് കയറാനുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ. അതൊന്ന് കാണാം. അതൊന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു ഫുള്ള് കോട്ട മതിലാണത്. ഈ ഒരു മതിൽ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ചുറ്റിയിട്ട് കിടക്കുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ്. മഴ പെയ്തത് കാരണം കൊണ്ട് കടലൊക്കെ കുറച്ച് പ്രക്ഷുബ്ധമാണ്. കാണുന്നതാണ് ഇന്ത്യൻ ഓഷ്യൻ. അറബിക്കടലല്ല, നമ്മളെ ഇന്ത്യയിൽ നിന്നാലും കാണില്ല ഇത്. കാരണം നമ്മുടെ ഇന്ത്യയിൽ ലക്ഷദ്വീപ് സീ ആണ്, അറേബ്യൻ സീ ആണ് ഉള്ളത്, പിന്നെ ബംഗാൾ ഉൾക്കടലുമാണ് ഉള്ളത്. പക്ഷെ യഥാർത്ഥ ഇന്ത്യൻ ഓഷ്യൻ തുടങ്ങുന്നത് ഈ ശ്രീലങ്കയുടെ ഈ ഭാഗത്തുനിന്നാണ്. അവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. അങ്ങ് ദൂരെ ഒരു പഗോഡ കാണാനുണ്ട്, ബുദ്ധ പഗോഡ. സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഈ ഒരു സ്ഥലം കാണാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഹെറിറ്റേജ് റെസ്റ്റോറൻ്റ് ആണ്. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞില്ല ആണ്. ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ താമസം കണ്ടത്. അവിടെ ഒരു പീരങ്കിക്കുറ്റിയുണ്ട്. പള്ളിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ചന്ദ്രക്കല മിനാരൊക്കെ കാണുന്നുണ്ട്. അതിന് മുകളിൽ അറബിയിലൊരു എഴുത്തുണ്ട്. ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് 1904 നിർമ്മിച്ചതാണ്. അപ്പോൾ പുതിയ നിർമ്മിതിയാണ്, പഴയതല്ല. ജുമാ മസ്ജിദാണ്. ഓക്കെ, ഈ സൈഡിൽ നോക്കിയപ്പോൾ ആ ഡച്ച് ശൈലിയുള്ള ആയതുകൊണ്ട് പെട്ടെന്ന് തെറ്റിദ്ധരിച്ചത്. ഒരു ക്ലോക്ക് ടവറാണ്, ലൈറ്റ് ടവർ. ക്ലോക്ക് ടവർ അല്ല, ലൈറ്റ് ടവർ. ചാടിക്കിടക്കണം. അതിലേക്കുള്ള എൻട്രൻസ് നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് മുകളിൽ കയറാൻ പറ്റില്ല. നമുക്ക് ഇതിലൂടെ അങ്ങനെ കറങ്ങി അതുവരെ പോവാം. ലൈറ്റ് ടവറിന്റെ എൻട്രൻസ് ആണ്. നോ എൻട്രി ബോർഡാണുള്ളത്. ഇങ്ങനെ അടുത്ത സ്ഥലങ്ങൾ നോക്കിയിട്ട് എക്സ്പ്ലോർ ചെയ്യണം. ഒക്കെ നാച്ചുറൽ സ്പായും വെൽനസ് സെൻ്ററുകളൊക്കെ ഉണ്ട് ഈ സൈഡിലൂടെ. ഇവിടെ ജ്യൂസ് സെൻ്റർ ഉണ്ട്. ജ്യൂസ് കുടിക്കാൻ ചോദിച്ചു. ഞാനത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ കഴിച്ചിട്ടില്ല. തൊണ്ടയ്ക്ക് ആകെ അതാണ്. വിത്തൗട്ട് ഐസ്, നോ ബൈ. നാച്ചുറലാണ്, പ്യുവറാണ്. ലൈക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് കുറച്ച് മധുരം കൂടിയത്.
ഫോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. പറഞ്ഞില്ല, ഫോർട്ട് എന്ന് പറയുന്നത് ഇത് മൊത്തം ചുറ്റപ്പെട്ടിട്ടാണ് ഈ ഫോർട്ട് ഉള്ളത്. അപ്പോൾ ഈ കോട്ടക്കുള്ളിലെ ഒരു നഗരമാണ് ശരിക്കും. ഇതിങ്ങനെ ഒരു പഴയൊരു ബിൽഡിങ്ങാണ്, പക്ഷേ ഇപ്പം നിലവിൽ അത് മൊത്തം റെസ്റ്റോറൻറ്റുകളാണുള്ളത്, മൾട്ടിക്യൂഷൻ റെസ്റ്റോറൻറ്റുകളാണ്. ഓക്കെ, ഇത് ഇവിടെ സദേൺ ഹൈക്കോർട്ടാണ്. നമ്മൾ വരുമ്പോൾ നമ്മൾ കണ്ടില്ല, ഹൈക്കോർട്ടാണ്. ഇവിടെ ഓരോ പ്രൊവിൻസാണ്, സ്റ്റേറ്റുകളല്ല പ്രൊവിൻസുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സദേൺ, വെസ്റ്റേൺ, അങ്ങനെ ഇത് പല പ്രൊവിൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്പർ പ്ലേറ്റ് വണ്ടികളുടെയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ SP എന്ന് കാണുന്നത് സദേൺ പ്രൊവിൻസാണ്. അതുപോലെ WP ഉണ്ട് വെസ്റ്റേൺ പ്രൊവിൻസ്, CP ഉണ്ട് സെൻട്രൽ പ്രൊവിൻസ്, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാഹനങ്ങൾ നോക്കി അത് ഏത് ഭാഗത്തുള്ളതാണോ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക. ഇത് പഴയ ഡച്ച് പാരമ്പര്യത്തിലുള്ള ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് നമ്മൾ എൻട്രൻസ് വന്നത്. കോട്ടയുടെ ഉള്ളിലേക്ക് കിടക്കുന്നതിനുള്ള എൻട്രൻസ് ആണ്. കുറേ ഇത് കൊണ്ട് നടക്കണം. കുടിച്ചു കഴിഞ്ഞ് വേറെ എവിടെ ഒരു ഗാർബേജ് കണ്ടില്ല. അവിടുത്തെ ചെറിയൊരു പെട്രോൾ പമ്പാണ്. ഒരു മെഷീൻ മാത്രമാണ് പെട്രോൾ പമ്പ് ഇവിടെ ഉള്ളത്. ലിറ്ററിന് 277 രൂപ. ഡീസലാണ് തോന്നുന്നുണ്ട്. പെട്രോളിന് 294 രൂപ. 294 എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്ത്യയുടെ മൂല്യമായിട്ട് നോക്കുമ്പോൾ ഏകദേശം 85 രൂപ വരുന്നുണ്ട്. 85 രൂപയേ ഉള്ളൂ. അതായത് ഇവിടെ എല്ലാത്തിനും നല്ല എക്സ്പെൻസാണ്. പക്ഷേ പെട്രോളിന് നമ്മളുടെ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് എക്സ്പെൻസ് അല്ല. 85 രൂപ ഒക്കെയാണ് പെട്രോൾ. നമ്മുടെ 110 അല്ല. ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഭക്ഷണത്തിനും കാര്യങ്ങൾക്കൊക്കെ നോക്കുമ്പോൾ നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു ആംഗ്ലിക്കൻ ചർച്ചാണ്. പിന്നെ ആ ഡച്ച് പാരമ്പര്യം കാരണം തന്നെയാണ് ആംഗ്ലോ ഇന്ത്യൻസ് കുറേ കൂടുതലുണ്ട്. ഇത് മെയിനായിട്ടുള്ള സ്ട്രീറ്റാണ്. അത് വീണ്ടും ഇങ്ങനെ വരുമ്പോൾ ഈ കോട്ടബിത്തിൻ്റെ അടുത്ത് വരുന്നിട്ട് അങ്ങനെ കറങ്ങി നമ്മൾ കോട്ടയുടെ മെയിൻ എൻട്രൻസിലേക്ക് എത്തും. ഇത് മറ്റൊരു എൻട്രൻസിലേക്ക് എത്തി. അല്ല, മറ്റൊരു കോട്ടയുടെ ഭാഗത്തേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാകുന്നത് അവിടെ ആയിരുന്നു. ഇപ്പോൾ വേറെ മറ്റേ സൈഡിലേക്ക് എത്തി. പിന്നെ വാക്ക് വേ ഉണ്ട്. വാക്ക് വേയിലൂടെ അങ്ങനെ നടക്കാം. അതാണ് ഫ്രണ്ട് എൻട്രൻസ് വരുന്നത്. മറ്റുള്ള ഇതിൻ്റെ സൈഡിലുള്ള കൊത്തരങ്ങളാണ്. ആയുധപ്പുരകൾ, പണ്ട് കാലങ്ങളിൽ ആയുധപ്പുരകളൊക്കെ സൂക്ഷിച്ചിരുന്ന, പീരങ്കികൾ സൂക്ഷിച്ചിരുന്നായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതാണ് ഈ കോട്ടയുടെ പ്രധാന എൻട്രൻസ്. അതിലുള്ള ക്ലോക്ക് ടവർ ആണത്. ഇവിടുന്നാണ് ഈ കോട്ടയുടെ ആരംഭം തുടങ്ങുന്നത്. ഇനി ഈ ഫോർട്ടിന്റെ പുറത്തുള്ള കാഴ്ചകൾ കാണാം. പക്ഷെ നല്ല മഴ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കൊണ്ട് എവിടെയെങ്കിലും കുറച്ച് നേരം കയറിയിരിക്കട്ടെ. ഫോട്ടോ അങ്ങനത്തെ എന്തെങ്കിലും സംഘടിപ്പിക്കണം, എങ്കിൽ മാത്രമേ ഇനിയുള്ള കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മൊബൈലൊക്കെ നനയുണ്ട്. ഇവിടുത്തെ ബാറ്ററി ഒക്കെയാണ്, വെടിക്കോപ്പുകളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, നമ്മളിതിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. മെയിൻ എൻട്രൻസ് വേറെയാണ്, കുറച്ച് കിടക്കാനുള്ള എൻട്രൻസ് വേറെ കിട്ടും. എന്തായാലും ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ച് റെസ്റ്റോറൻറ്റും തപ്പി നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് തുടങ്ങാം.
ഇതാണ് കൊളംബോ ഫോർട്ടിലേക്കുള്ള ഏക എൻട്രൻസ് എന്ന് പറയുന്നത്. വാഹനങ്ങളും കാൽനടക്കാരും എല്ലാവരും പുറത്ത് കിടക്കുന്ന ഈ ഒരു പ്രധാന കവാടത്തിലൂടെയാണ്. പണ്ട് കാലങ്ങളിൽ ആകെ ഈ ഒരു ഗേറ്റ് വഴി മാത്രമായിരുന്നു പ്രവേശനം ഉണ്ടായിരുന്നത്. സ്കൂൾ വിട്ട സമയമാണെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. ഹോട്ടലില് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എഗ് ഫ്രൈഡ് റൈസ് ചെമ്മീനാണ് തോന്നുന്നത്. ചെമ്മീനിന്റെ ചമ്മന്തിയാണ്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പും വെള്ളം. പിന്നെ എത്ര എമൗണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായതാണ്. ഏലപ്പോർട്ടിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഷോപ്പ് ഹോട്ടലിൽ വരുന്നത്. അതായത് നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. ശ്രീലങ്ക എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളുടെ മനസ്സിൽ വരിക അതാ ഈ ഒരു ആൾക്കാർ ഇരുന്ന് മീൻ പിടിക്കുന്ന സ്ഥലം ഇതാണ്. അടുത്തത് പോണത് ഈ ഒരു സ്ഥലത്തേക്കാണ്. ഓട്ടോസ് ഒക്കെ ഭയങ്കര ചാർജാണ്. ഇപ്പൊ നമ്മള് തൊട്ടടുത്ത് തന്നെ ബസ്സുണ്ട്. അപ്പൊ ആ ബസ്സിൽ ഒന്ന് പോയോ, ഒരു അരമണിക്കൂർ ടൈമേ എടുക്കുന്നുള്ളൂ ബസ്. ഇത്രയും ബസ്സുണ്ട്. ഞാൻ തൊട്ട ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം. അപ്പോ അവിടെ ഒന്ന് ബസ്സിൽ പോയപ്പോ അങ്ങനെ ഉണ്ടോ നോക്കാം. അരമണിക്കൂർ കൊണ്ട് എത്തും. അപ്പോ ഫിഷർമാൻ സ്റ്റിൽറ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോ യാത്രകൾ തുടരുകയാണ്. നമുക്ക് ബസ് ഏതാ ബസ് എവിടുന്ന കിട്ടും നോക്കിയിട്ട് വേഗം ബസ് സ്റ്റോപ്പിലാണ്. 2:26:32 അങ്ങനെയൊക്കെയാണ് ബസ് നമ്പർ അവിടേക്ക് കാണിക്കുന്നത്. അത് ഉണ്ടോ നോക്കിയപ്പോ ബാക്കിൽ കാണാമെന്നുണ്ട് 2 നമ്പർ കണ്ട. അതിലധികം ബസ്സിലൊക്കെ തമിഴുണ്ട് സൈഡില്. ഈ മത്തറ എന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ് നമ്മൾ ഈ പറഞ്ഞ കൊഗ്കള. ഫിഷ്മാന്റെ അത് സ്ഥലത്തിന്റെ പേര് എന്ന് പറയുന്നത് കൊഗ്കള എന്നാണ്. അവിടെ ഇറങ്ങണം. ഇവിടുന്ന് ഏകദേശം ഒരു 30 മിനിറ്റ് ആണ് ബസ്സിന്റെ ടൈമിങ് കാണുന്നത്. അപ്പോ ഇതിൽ കയറി അവിടെ ഇറങ്ങാം. മത്തറ മത്തറ എന്ന് പോകുന്ന സ്ഥലത്തേക്കാണ് ആ ബസ്സിൽ കയറേണ്ടത്. ബീച്ചില് ഫേമസ് ആയത് കൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകള്, പാശ്ചാത്യ ടൂറിസ്റ്റുകള് ശ്രീലങ്കയിലേക്ക് നല്ല വരുന്നുണ്ട്. ഇപ്പൊ 2-3 പേരെ പരിചയപ്പെട്ടപ്പോ അവരാരും ഇന്ത്യ സന്ദർശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഇന്ത്യയില് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ലത് കാണാന്, വരാൻ പറഞ്ഞിട്ടുണ്ട്. പല വിദേശ മാധ്യമങ്ങളിലൊക്കെ ഇന്ത്യയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പല ന്യൂസുകളും സ്പ്രെഡ് ആവുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇവിടുത്തെ ഡ്രൈവേഴ്സിനൊന്നും കാക്കി യൂണിഫോം ആവശ്യമില്ല, നോർമൽ ഡ്രസ്സാണ്. നമ്മൾ അടുത്ത സ്റ്റോപ്പാണ് നമ്മളത് ഇറങ്ങാനുള്ളത്. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുണ്ട്. നോക്കാം. തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ്. 90 രൂപയാണ് ബസ്സിനായത്. അതാണ് നമ്മൾ ഓട്ടോറിക്ഷ 1200 രൂപ ചോദിച്ചത്. ഇതാ ഫിഷർമാൻ സ്റ്റിൽറ്റ് എന്നാണ് ഇതിനെ പറയാ. എടുത്ത ഇതിലിരുന്നിട്ടാണ് മീൻ പിടിക്കുക. അതിന്റെ ഫോട്ടോ ആണ് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നത്. ഇതിലിരുന്ന് ചൂണ്ടലിൽ മീൻ പിടിക്കുന്നതാണ്. ശ്രീലങ്കയുടെ ഒരു മെയിൻ അട്രാക്ഷൻ ആണിത്, ഫിഷർമാൻ സ്റ്റിൽറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ മുകളിൽ കയറി ഇരുന്ന് മീൻ പിടിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ പൈസ കൊടുത്താൽ നമുക്ക് ഇതേപോലെ ഇരുന്ന് മീൻ പിടിക്കാം. മീൻ പിടിക്കുന്ന സ്ഥലമാണ്. നമ്മൾ പൈസ കൊടുത്താൽ മതി. അങ്ങനെ അവിടെ നിന്ന് മീൻ പിടിക്കുക. ഒരു വടി തരും, ആ ഒരു വടി കൈ പിടിച്ചിട്ടിരിക്കുക. മീനെ കിട്ടുകയാണെങ്കിൽ കിട്ടും. നമ്മളിപ്പോൾ 500 ലങ്ക കൊടുത്താണ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ലോബിയിൽ അവർ ഫോട്ടോ എടുത്ത് തന്നു. 5000 രൂപ അറിയുന്നത്, അത് 500 എത്തിയത്. ഒരുപാടുണ്ട് ഈ ലൈനിൽ മൊത്തം തന്നെയാണുള്ളത്. ഈ സ്ഥലത്തിന് സ്പോട്ടിന് പറയുന്ന പേരാണ്
ഫിഷർമാൻസ് സ്റ്റിൽറ്റ് എന്നാണെന്ന് പറയുന്നത്. മീൻ പിടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ശ്രീലങ്ക അടുത്ത യാത്ര വരുമ്പോൾ ഈ ഒരു സ്പോട്ട് വരിക. നേരെ ബസ്സിന് കൊടുത്താൽ മതി. ബസ്സിന് 90 റുപ്പീസേ ഉള്ളൂ, ശ്രീലങ്ക റുപ്പീസേ ഉള്ളൂ. ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കുക, 500 റുപ്പീസ്. ഒരു ഇളനീ കുടിച്ചിട്ട് ഇങ്ങനെ Gale? Yeah. Gale before. I complete the Bantota. Bentota. Yeah. Near how to actually? Near Gale. No. Oh. Okay. 5 minutes. Go to the tuk-tuk. If you want to tuk-tuk, I didn't tuk-tuk here. Fine. Okay. Thank you. Good. Okay. Have a nice time. Yeah, it's first time I am seeing this. Yeah. Nice location. ആദ്യം 500 പറഞ്ഞു, പിന്നെ ഇത് വാങ്ങി. ഇതിന് 500 പറഞ്ഞത്. ഇതിന് 500, അതിന് 500, ഫോട്ടോ എടുത്തതിന് 500, 1000. അത് കഴിഞ്ഞിട്ട് ഹെൽപ്പിങ്ങിന് ചോദിച്ചു, അതിനൊരു 100, അതിന് 1100 ലങ്കൻ റുപ്പീസ് കൊടുത്തു. ഭയങ്കര ക്ഷീണമാണ്, കച്ചവടം ഇതൊന്നുമില്ല, ആൾക്കാർ വരുന്നില്ല, ടൂറിസ്റ്റ് വരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി ശ്രീലങ്കയിൽ. അപ്പോൾ കഴിഞ്ഞ മാസം ഉണ്ടായതാണ്. അപ്പോൾ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരൽ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് കാണുന്നിടത്തൊക്കെ ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ എല്ലാവരും ബാർഗൈൻ ചെയ്യുക, ബാർഗൈൻ ചെയ്തിട്ട് വാങ്ങുക. നിങ്ങൾ ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാർഗൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ബസ്സാണ് ഏറ്റവും നല്ലത്. 1500 വരെ ഓട്ടോറിക്ഷയ്ക്ക് പറഞ്ഞത്. കാരണം ഒരുപാടുണ്ട്, ഒരു 30 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്, 18 കിലോമീറ്റർ. അപ്പോൾ 30 മിനിറ്റേ ഉള്ളൂ ബസ്സിന് ഇങ്ങോട്ട് എടുക്കുക, സമയം എടുക്കുക. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ടർട്ടിൽ ബീച്ച് പറഞ്ഞിട്ടൊരു ബീച്ച് കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് കാണണം. അതും കൂടി കണ്ടിട്ട് നമ്മൾ ഗാലയിലേക്ക് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ പോകണം. ടർട്ടിൽ ബീച്ച് പറഞ്ഞിട്ടൊരു ബീച്ചുണ്ട് ഇവിടെ. അത് ആമകളോടെ നീന്താൻ പറ്റും. ഇവിടെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ശരിക്കും. ഒരാൾക്ക് 1000 റുപ്പീസാണ്, 1000 ഇന്ത്യൻ ശ്രീലങ്ക റുപ്പീസ്. ഓക്കെ. ഇത് ബിഗ് വൺ. ഓക്കെ. അവിടെ വെള്ളത്തിൽ ബ്ലാക്ക് കളറിൽ കാണുന്നില്ല, ആ ടർട്ടിൽസാണ്. ഒറ്റയാളെ പോയി നീന്താം. ഓക്കെ. പിന്നെ വലിയ ആമയാണ്. No, le mam se dotyka zriza. Come. അതുപോലെ നമുക്ക് കുളിക്കാം, ബീച്ചിൽ കുളിക്കാം, പിന്നെ അവിടെ വെള്ളമുണ്ട്, കുളിക്കുക ഒക്കെ ചെയ്യാം. പിന്നെ നമുക്ക് എന്തെങ്കിലും കോക്ടെയിൽസ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് കിട്ടും ഇവിടെ മുകളിൽ. നല്ലൊരു ബീച്ചാണ്, പ്രൈവറ്റാണ്. നമുക്ക് അത് അപ്പോൾ നമ്മളിവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. കണ്ടല്ലോ, അത് ഇവിടെ തന്നെ ഉണ്ട്, ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഈ പ്രോപ്പർട്ടിക്കാരാണ് ഇട്ടളെ വളർത്തുന്നതാണോ എന്നാണ്. കാരണം ഇയാൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. ആ ഫുഡ് കൊടുക്കുന്നത് ആയിട്ട് ആളുകളിൽ നിന്ന് വാങ്ങിയിട്ട് അതൊരു പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിന് വേറെ പൈസയും വാങ്ങുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം നമുക്ക് ഇവിടെ ഒന്ന് വന്ന് റിലാക്സ് ചെയ്യാം. ബീച്ച് ഇതാണ്, ഇരിക്കാന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ ഗാലയിലേക്ക് പോകണം. ഗാലയിൽ ഒരു ഹാച്ചറി കൂടി ഉണ്ട്. അത് നോക്കിയോട്ടെ, അതിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ 5 മണി വരെയാണ് എന്നാണ് കാണിക്കുന്നത്. എനിക്കിപ്പോൾ ഓൾറെഡി 5 മണിയായി. ഞാൻ സമയം മൊബൈൽ ക്യാമറയുടെ ചാർജ് തീർന്നിരുന്നു, അപ്പോൾ അത് ചാർജ് ചെയ്യാനും വേണ്ടി വെച്ചതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഗാലൻ്റെ വിശേഷങ്ങൾ ബാക്കി കാണാം. ഇത് ഹോട്ടലിൻ്റെ പുറകുവശമാണ്, പക്ഷേ ഓപ്പൺ ആക്കിയിട്ട് ഇതിനോടൊക്കെ ഈ കാഴ്ചയും കണ്ട് ചായ കുടിച്ചിരിക്കാം.
അവിടെ ചായ അടിച്ചിറങ്ങി 120 രൂപ, ചായക്ക് 40 രൂപ, നാട്ടിലത്തെ 40 രൂപ. പൊതുവെ ഇവിടെ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ നല്ല എക്സ്പെൻസ് ആണ് കേട്ടോ. ചെറിയ അത്രക്ക് ഇല്ല. പിന്നെ പലതും പല ഭാഗത്തും പല റേറ്റും ഉണ്ട്. എല്ലായിടത്തൊക്കെ ഒരേ റേറ്റ് അല്ല, പല ഭാഗത്തും പല റേറ്റ്. ചിലർക്ക് 150 വാങ്ങുന്നുണ്ട് ചായക്ക്, ചിലർക്ക് 120 അങ്ങനെ വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് ഗാലയിലേക്ക് പോവാണ്, തിരിച്ചു പോകണം. ബസ് വരുന്നതാണ്. അപ്പോൾ ഈ ഏതായാലും ഗാലയിലെത്തി. ഗാലയുടെ രാത്രികാല വിശേഷങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രീലങ്കയുടെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. ഇറ്റ്സ് മീ യാസിർ സൈനിങ് ഔട്ട് ഫ്രം യാസ് എക്സ്പെഡീഷൻ.